നമസ്കാരം. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച് പൂട്ടിപ്പോയ ബാറുകൾ മുഴുവൻ തുറന്നുകൊടുത്ത് IT പാർക്കുകളിൽ വരെ കള്ളൊഴുക്കാൻ നിയമമുണ്ടാക്കി സംസ്ഥാനത്തെ വലിയൊരു മദ്യാലയമാക്കി മാറ്റിയ മുൻ എക്സൈസ് മന്ത്രി MP രാജേഷാണ് ഇപ്പോൾ വന്നിരുന്ന് മദ്യവിരുദ്ധ പ്രസംഗം നടത്തുന്നത്. പുതിയ UDF സർക്കാരിന്റെ ബജറ്റിൽ വീര്യം കുറഞ്ഞ റെഡി ടു ഡ്രിങ്ക് പാനീയങ്ങളുടെ നികുതി ഘടന അന്താരാഷ്ട്ര തലത്തിൽ പരിഷ്കരിച്ചപ്പോൾ നാട്ടിൽ മുഴുവൻ മദ്യമൊഴുക്കാൻ നോക്കുന്നെന്നും കർണാടക മദ്യ ലോബിയിൽ നിന്നും VD സതീശന് എത്ര കിട്ടിയെന്നും ചോദിച്ചാണ് രാജേഷ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അല്ല രാജേഷ് സാറേ, കഴിഞ്ഞ 10 കൊല്ലം നിങ്ങളുടെ ഭരണകാലത്ത് കേരളത്തിൽ എത്ര പുതിയ ബാറുകൾക്കും ബിയർ പാർലറുകൾക്കുമാണ് അനുമതി നൽകിയതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം. 2016-ൽ LDF അധികാരത്തിൽ വരുമ്പോൾ വെറും 20-ലധികം ബാറുകൾ മാത്രമുണ്ടായിരുന്ന കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് അത് 800-ലധികമായി ഉയർത്തിയത് ഏത് മദ്യലോബിയിൽ നിന്ന് എത്ര വാങ്ങിയിട്ടായിരുന്നു എന്ന് കൂടി താങ്കൾ വ്യക്തമാക്കണം. അന്ന് ബെബ്കോ ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂട്ടാനും മാളുകളിൽ വരെ കള്ളുകച്ചവടം തുടങ്ങാനും നോക്കിയവരാണ് ഇപ്പോൾ വലിയ മദ്യവിരുദ്ധരായി വന്ന് പുതിയ സർക്കാരിനെ കുറ്റം പറയുന്നത്. MP രാജേഷ് ആരോപിക്കുന്നത് ഈ ബജറ്റിലൂടെ 600 കോടി രൂപയുടെ വരുമാന നഷ്ടം വരുത്തിവെച്ച് ഏതോ ഒരു കമ്പനിയെ സഹായിച്ചു എന്നാണ്. എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത? ലോകമെമ്പാടും വീര്യം കുറഞ്ഞ, അതായത് വെറും 5 മുതൽ 8% മാത്രം വരെ ആൽക്കഹോൾ അടങ്ങിയ റെഡി ടു ഡ്രിങ്ക് പാനീയങ്ങൾക്ക് വീര്യമുള്ള കടുത്ത മദ്യത്തേക്കാൾ കുറഞ്ഞ നികുതിയാണ് ഈടാക്കുന്നത്. എന്നാൽ മുൻ സർക്കാരിന്റെ കാലത്ത് ഇതിന്മേൽ അപ്രായോഗികമായ നികുതിയാണ് അടിച്ചേൽപ്പിച്ചിരുന്നത്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ സുലഭമായ ഇത്തരം ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ കരിഞ്ചന്ത വഴി മാത്രമാണ് എത്തിയിരുന്നത്. പുതിയ ബജറ്റിൽ മുഖ്യമന്ത്രി VD സതീശൻ ചെയ്തത് ഈ നികുതി 120% യുക്തിസഹജമാക്കുക എന്ന് മാത്രമാണ്. ഇതിലൂടെ വരുമാന നഷ്ടമല്ല, മറിച്ച് കരിഞ്ചന്ത ഇല്ലാതായി നിയമപരമായ വിപണി സജീവമാക്കുന്നതിലൂടെ സർക്കാരിലേക്ക് കൂടുതൽ നികുതി പണം ഒഴുകിയെത്തുകയാണ് ചെയ്യാൻ പോകുന്നത്. തങ്ങളുടെ ഭരണകാലത്ത് പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും മദ്യമുണ്ടാക്കാൻ അനുവാദം കൊടുത്തത് കർഷകരെ സഹായിക്കാനാണെന്ന് പറയുന്ന രാജേഷ് അതേ കർഷകരുടെ നെല്ലിന്റെ പണം കൊടുക്കാതെ അവരെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടത് മറന്നുപോയോ? സ്പിരിറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി പരിഷ്കരിച്ചത് ഒരു കമ്പനിക്ക് വേണ്ടിയാണെന്ന രാജേഷിന്റെ കണ്ടുപിടുത്തം വെറും രാഷ്ട്രീയ വിരോധം മാത്രമാണ്. 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ മദ്യനയം ഒന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കേരളത്തെ ഘട്ടം ഘട്ടമായി മദ്യവിമുക്തമാക്കാൻ വേണ്ടി 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾ മുഴുവൻ പൂട്ടിച്ച് ബാറുകളുടെ എണ്ണം വളരെയധികം കുറച്ചിരുന്നു. എന്നാൽ 2016-ൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നയുടൻ തന്നെ ജനങ്ങളെ കബളിപ്പിച്ച് ബാർ ലൈസൻസ് ദൂരപരിധി 50 മീറ്ററാക്കി കുറയ്ക്കുകയും അടച്ചുപൂട്ടിയ സകല ബാറുകളും തുറന്നു കൊടുക്കുകയും ചെയ്തു. കോവിഡിന്റെ സമയത്ത് പോലും ജനങ്ങൾക്ക് ഓൺലൈനായി കള്ളു കുടിക്കാൻ താലൂക്ക് അടിസ്ഥാനത്തിൽ ആപ്പുകൾ ഉണ്ടാക്കിയവരാണ് ഈ മുൻ ഭരണകർത്താക്കൾ. എന്നിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശന്റെ ബജറ്റിനെ പരിഹസിക്കാൻ രാജേഷ് വരുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ മദ്യത്തിന് സെസ് കൂട്ടി സാധാരണക്കാരന്റെ പോക്കറ്റ് അടിച്ചപ്പോൾ അതിനെ ന്യായീകരിച്ചവരാണിവർ. പുതിയ സർക്കാർ പ്രായോഗികമായ നികുതി ഘടന കൊണ്ടുവരുമ്പോൾ അതിൽ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടെന്ന് ആരോപിക്കുന്നത് സ്വന്തം ഭരണകാലത്തെ ബാർക്കോഴ വിവാദങ്ങളും ഡ്രൈ ഡേ ഒഴിവാക്കൽ കോടികളും പിരിച്ച ഓഡിയോ ക്ലിപ്പുകളും ജനങ്ങൾ മറന്നു കാണുമെന്ന വിചാരത്തിലാണ്. മദ്യത്തിന്റെ കാര്യം മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ബജറ്റിൽ വലിയ ഇരുട്ടടി നൽകിയെന്നും 1534 കോടി രൂപ വെട്ടിക്കുറച്ചെന്നുമാണ് MP രാജേഷിന്റെ അടുത്ത വലിയ കള്ളം. തദ്ദേശ വകുപ്പ് ഭരിച്ച് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും നൽകേണ്ടിയിരുന്ന പ്ലാൻ ഫണ്ടുകൾ കൃത്യസമയത്ത് നൽകാതെ ട്രഷറി പൂട്ടിവെച്ച് തദ്ദേശ ഭരണം സ്തംഭിപ്പിച്ചത് ആരായിരുന്നു? പുതിയ ബജറ്റിൽ വെട്ടിക്കുറയ്ക്കലുകളല്ല, മറിച്ച് മുൻ സർക്കാർ വരുത്തിവെച്ച 87,000 കോടിയുടെ മറഞ്ഞിരിക്കുന്ന കടങ്ങൾക്കിടയിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ തുക പൂർണ്ണമായും വകയിരുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ദയനീയമായി തോൽപ്പിച്ചതിന്റെ രാഷ്ട്രീയ നിരാശയിലാണ് CPM നേതാക്കൾ ഇപ്പോൾ ദിവസവും പുതിയ സർക്കാരിന്റെ മികച്ച ജനക്ഷേമ പദ്ധതികൾക്കെതിരെ കള്ളപ്രചാരണങ്ങളുമായി രംഗത്തിറങ്ങുന്നത്. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് സംസ്ഥാനത്തെ കടക്കണിയിലാക്കുകയും മദ്യപ്പുഴ ഒഴുക്കുകയും ചെയ്തവർ പുതിയ സർക്കാർ വന്ന് 1 മാസം തികയുമ്പോഴേക്കും വികസനത്തെയും ധനതത്വശാസ്ത്രത്തെയും കുറിച്ച് ക്ലാസ് എടുക്കാൻ വരേണ്ടതില്ല. MP രാജേഷിന്റെ ഈ കപട ആക്ഷേപങ്ങൾക്കുള്ള കൃത്യമായ മറുപടി വരും ദിവസങ്ങളിൽ നിയമസഭയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി VD സതീശൻ കൃത്യമായ കണക്കുകളോടെ നൽകുമെന്നത് ഉറപ്പാണ്.